വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃതാംസ് ആണ്. അപ്പൊ മക്കളെ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് പാർട്ട് നമ്പർ അല്ലെ, ഭാഗങ്ങളുടെ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായും എന്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു പോർഷൻ ഉണ്ട്. അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഏതാണ് നമുക്ക് നോക്കിയാലോ? ആദ്യം തന്നെ മിസ് നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ്, കുഞ്ഞൂട്ടനും കുഞ്ഞൂട്ടി. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫ്രണ്ട്സ്, ഇവർ രണ്ടുപേരും ഭയങ്കര അടിയാണ്. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട് പറയുവാണ്, നമ്മുടെ കുഞ്ഞൂട്ടി പറയുവാണ്, ഒരു കേക്ക് മുറിച്ചു, 2 കഷ്ണാക്കി മുറിച്ചു. അതിലൊരു കഷ്ണം കുഞ്ഞൂട്ടി എടുത്തു. ഓക്കെ, ഒരു കേക്കിനെ 2 കഷ്ണമാക്കിയാൽ ഒരു കഷ്ണം നമ്മുടെ കുഞ്ഞൂട്ടി എടുത്തു. അപ്പൊ എത്രയായിട്ട് എടുത്തിട്ടുണ്ടാവുക? കേക്കിനെ 2 കഷ്ണമാക്കി മുറിച്ചതിൽ ഒരു കഷ്ണം നമ്മുടെ കുഞ്ഞൂട്ടി എടുത്തു. അതായത് 1/2 ഭാഗം നമ്മുടെ കുഞ്ഞൂട്ടി എടുത്തു. അതേസമയം അതേ കേക്ക് തന്നെ, അതേപോലത്തെ ഒരു കേക്ക് എടുത്തിട്ട് നമ്മുടെ കുഞ്ഞൂട്ടൻ 4 കഷ്ണമാക്കി മുറിച്ചിട്ട് 2 കഷ്ണം എടുത്തു. 2 കഷ്ണം എടുത്തു. അതായത് കുഞ്ഞൂട്ടൻ എന്താ ചെയ്തേ? കേക്കിനെ 4 കഷ്ണമാക്കി മുറിച്ചിട്ട് അതിൽ 2 കഷ്ണം എടുത്തു. അപ്പൊ നമ്മുടെ കുഞ്ഞൂട്ടി എന്താ പറഞ്ഞത്? നീ 2 കേക്ക് കഴിച്ചു, 2 കഷ്ണം കേക്ക് കഴിച്ചു, അപ്പൊ നീയാണ് കൂടുതൽ കഴിച്ചത്. അപ്പൊ കുഞ്ഞൂട്ടൻ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ തുല്യമായിട്ടാണ് കഴിച്ചത്. ശരിയാണോ? ഒന്ന് നോക്കിയേ, ഈ ഒരു ചിത്രം നോക്കിയേ. ഈ ചിത്രത്തില് കുഞ്ഞൂട്ടി കഴിച്ചത് ഇത്രയും ഭാഗം കേക്കാണ് കുഞ്ഞൂട്ടി കഴിച്ചത്. നേരെ മറിച്ച് കുഞ്ഞൂട്ടനോ അതേപോലെ തന്നെ അല്ലേ, 2 കഷ്ണം. 4 കഷ്ണമാക്കിയതിൽ 2 കഷ്ണം. അതായത് നമുക്ക് പറയാം 1/2 എന്ന് പറയുന്നതും 2/4 എന്ന് പറയുന്നതും തുല്യമാണ്, ഈക്വൽ ആണ് അല്ലേ? ഇവിടെ നോക്കിയേ, കുഞ്ഞൂട്ടി ഒരു കേക്കിനെ 2 കഷ്ണമാക്കി അതിൽ ഒരു കഷ്ണം കഴിച്ചു, 1/2. നേരെ മറിച്ച് കുഞ്ഞൂട്ടനോ ഒരു കേക്കിനെ 4 കഷ്ണമാക്കി മുറിച്ചതിൽ 2 കഷ്ണം കഴിച്ചു. 4ൽ നിന്ന് 4 കഷ്ണമാക്കിയതിൽ 2 കഷ്ണം കഴിച്ചു അല്ലേ? അപ്പൊ 2/4. അങ്ങനെ നോക്കുമ്പോ സമയത്ത് ശരിക്കും നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? കുഞ്ഞൂട്ടൻ 2 കഷ്ണം കേക്ക് കഴിച്ചു, കുഞ്ഞൂട്ടി 1 കഷ്ണേ കഴിച്ചുള്ളൂ. പക്ഷേ ചിത്രം നോക്കുമ്പോ നമുക്കറിയാം, ഇത് എന്ന് പറയുന്നത് 1/2 ആണ്, ഇത് എന്ന് പറയുന്നത് 2/4 ആണ്. ഇവര് തുല്യമാണ്. ശരിയല്ലേ? റെഡി? അങ്ങനെയാണെങ്കിൽ മിസ് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ കാണുന്ന വലിയൊരു റിബൺ കണ്ടോ? ഈ റിബണിനെ മിസ് 4 കഷ്ണമാക്കി മുറിച്ചു. 4 കഷ്ണമാക്കി മുറിച്ചു. എനിക്ക് ഇതിന്റെ പകുതി റിബൺ വേണം. എനിക്ക് ഈ റിബണിന്റെ പകുതി, ഹാഫ് മിസ്സിന് വേണം. അപ്പൊ ഞാൻ എത്ര കഷ്ണം എടുക്കണം? ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കഷ്ണം എടുക്കണം? പകുതി അല്ലേ? ഹാഫ് റിബൺ മിസ്സിന് വേണം, ഹാഫ് റിബൺ മിസ്സിന് വേണം. അപ്പൊ ഞാൻ എത്ര കഷ്ണം എടുക്കണം? ഒന്ന് നോക്കിയേ, ഈ ഒരു കഷ്ണവും ഈ ഒരു കഷ്ണവും അല്ലെ, 2 കഷ്ണം എടുക്കണം. അതായത് 2/4 എടുത്താൽ അത് 1/2 തുല്യമാണ്. 2 കഷ്ണം ഞാൻ എടുത്താൽ അത് 1/2 തുല്യമാണ്. 2/4 എന്ന് പറയുന്നത് 1/2 തുല്യമാണ്. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, പിന്നെയും പ്രശ്നം. ഒരു ചപ്പാത്തിനെ നമ്മുടെ കുഞ്ഞൂട്ടി 2 കഷ്ണമാക്കി മുറിച്ച് ഒരു കഷ്ണം കഴിച്ചു. നേരെ മറിച്ച് കുഞ്ഞൂട്ടൻ എന്താ ചെയ്തത്? 6 കഷ്ണമാക്കി മുറിച്ചു. 1 2 3 4 5 6 കഷ്ണമാക്കി മുറിച്ചു. അപ്പൊ കുഞ്ഞൂട്ടൻ എന്ത് ചെയ്യണം? പകുതി ചപ്പാത്തി കഴിക്കണം, തുല്യമായിട്ട് കഴിക്കണം. കുഞ്ഞൂട്ടനും കുഞ്ഞൂട്ടിക്കും തുല്യമായിട്ട് ചപ്പാത്തി കഴിക്കണം. ഇവിടെ കുഞ്ഞൂട്ടി 1/2 ചപ്പാത്തി കഴിച്ചു, ഒരു ചപ്പാത്തിയുടെ പകുതി കഴിച്ചു. കുഞ്ഞൂട്ടനും ചപ്പാത്തിയുടെ പകുതി കഴിക്കണം. അങ്ങനെയാണെങ്കിൽ കുഞ്ഞൂട്ടൻ എത്ര കഷ്ണം കഴിക്കണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞൂട്ടൻ 6 കഷ്ണമാക്കി ചപ്പാത്തി മുറിച്ചു. ചപ്പാത്തി 6 കഷ്ണമാക്കിയതിൽ എത്ര കഷ്ണം കുഞ്ഞൂട്ടൻ എടുക്കണം പകുതി ആവണമെങ്കിൽ? ഒന്ന് നോക്കിയേ, പകുതി ആവണമെങ്കിൽ എത്ര കഷ്ണം എടുക്കണം? 1 എടുത്താൽ മതിയോ? പോരാ. 2 എടുത്താൽ മതിയോ? പോരാ. 3 കഷ്ണം എടുത്താൽ പകുതിയായി അല്ലേ? 3 കഷ്ണം എടുത്തപ്പോൾ പകുതിയായി. അതായത് 3/6, 3/6. അപ്പൊ 6 കഷ്ണമാക്കിയതിൽ 3 കഷ്ണം കുഞ്ഞൂട്ടൻ എടുത്താൽ അത് പകുതിയായി അല്ലെ? 6 കഷ്ണമാക്കിയതിൽ 3 കഷ്ണം എടുത്താൽ അത് പകുതിയായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 7 8 കഷ്ണമാക്കി മുറിച്ച എന്തോ ഒരു സാധനം, ഒരു വൃത്തത്തിനെ, ഒരു സർക്കിളിനെ
8 കഷ്ണമാക്കി മുറിച്ചു. അതില് പകുതി വേണം, ഹാഫ് വേണം. അപ്പൊ എത്ര കഷ്ണം എടുക്കണം എന്ന് ആലോചിച്ച് നോക്കിയേ. 8ന്റെ പകുതി എത്രയാ? 4. 4/8 ഭാഗം. അതായത് ഒരു സർക്കിളിനെ അല്ലെങ്കിൽ എന്തിനും ആയിക്കോട്ടെ 8 ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ അതിൽ നിന്ന് പകുതി എടുക്കണമെങ്കിൽ 8 കഷ്ണങ്ങളാക്കി അതിൽ പകുതി എടുക്കണമെങ്കിൽ 4 ഭാഗം എടുത്താൽ മതി. ഇനി 16 കഷ്ണങ്ങളാണെങ്കിലോ? എന്തോ ഒരു സാധനത്തിനെ 16 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഒരു സാധനത്തിനെ 16 ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിച്ചു. അതിൽ പകുതി നമുക്ക് എടുക്കണമെങ്കിൽ എത്ര കഷ്ണം എടുക്കണം? 16ന്റെ പകുതി 8. 8/16 എന്ന് പറയുന്നത് പകുതിക്ക്, അതായത് ഹാഫിന് ഈക്വൽ ആണ് 1/2. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ എവ്രിവൺ.